ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഹരി ശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭഗവതിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനെ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 97. ഗിരാമാഹുർദേവീം ദ്രുഹിണഗൃഹിണീമാഗമവിദോ ഹരേ പത്നീം പത്മാം ഹരസഹചരീം മദിതനയാം തുരീയാ കാവ്യത്വം ദുരധിഗമനിസീമമഹിമാ മഹാമായാ വിശ്വം ഭ്രമയസി പരബ്രഹ്മമഹിഷി. ഗിരാമാഹുഃ ദേവീം ദ്രുഹിണഗൃഹിണീ ആഗമവിദഃ ഹരേഃ പത്നീം പത്മാം ഹരസഹചരീം അദ്രിതനയാം എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ പുത്രി. അദ്രിതനയാം തുരീയാ കാവ്യത്വം, അതിതനയാന്ന് ചൊല്ലിപ്പോയിട്ടുണ്ട്. അദ്രിതനയാം തുരീയാ കാവ്യത്വം ദുരധിഗമ നിസീമ മഹിമ മഹാമായ വിശ്വം ഭ്രമയസി പരബ്രഹ്മ മഹിഷി. ഹേ പരബ്രഹ്മ മഹിഷി, അല്ലയോ പരബ്രഹ്മസ്വരൂപിയും കാമേശ്വരനുമാകുന്ന രാജാതിരാജൻ്റെ പട്ടമഹിഷി. ആഗമവിദ, ആഗമതത്വജ്ഞന്മാർ, അതായത് വ്യാസമഹർഷി അങ്ങനെയുള്ളവർ, ആഗമതത്വജ്ഞന്മാർ. ത്വം ഏവ, നിന്തിരുവടിയെ തന്നെ ദ്രുഹിണഗൃഹിണി ബ്രഹ്മദേവ പത്നിയായ ഗിരാദേവി സരസ്വതീ ദേവിയായിട്ടും, അതായത് ആഗമതത്വത്തിൽ ഉറച്ചവരെ ഈ ഒരു ശ്രീ പരമേശ്വരൻ്റെ പത്നിയായ അദ്രിതനിയായ പാർവതീ ദേവിയെ തന്നെ ബ്രഹ്മപത്നിയായ സരസ്വതീ ദേവിയായിട്ടും, ഹരേ മഹാവിഷ്ണുവിൻ്റെ പത്നിയായ പത്മാം ലക്ഷ്മി ദേവിയായിട്ടും, പത്മത്തിൽ ഇരിക്കുന്ന ദേവിയായിട്ടും, ഹരസഹചരി ശ്രീ പരമേശ്വരൻ്റെ സഹധർമ്മിണിയായിട്ടും, അദ്രിതനിയ പാർവതീ ദേവിയായിട്ടും ആഹുഹു പറയുന്നു. തുരിയ സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നീ ത്രിമൂർത്തി ശക്തികളുടെ സമഷ്ടിരൂപിണിയായ തുരീയ ശക്തി ദുരധിഗമ നിസീമ മഹിമ, അറിയുവാൻ കഴിയാത്ത അതിരറ്റ മാഹാത്മ്യത്തോടു കൂടിയവളും കാവി അനിർവചനീയവും ആയ മഹാമായയാകുന്നു. ത്വം, അങ്ങ് നിന്തിരുവടി വിശ്വം പ്രപഞ്ചത്തെ ഭ്രമയസി ഭ്രമിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതായത് പ്രപഞ്ചം മുഴുവൻ അമ്മയിൽ ചുറ്റിത്തിരിയുന്നു എന്ന് സാരം. അതായത് പരാശക്തി എന്ന് അർത്ഥം, ആദി പരാശക്തി എന്ന് അർത്ഥം. അല്ലയോ പരബ്രഹ്മരൂപിയായ പരമശിവന്റെ പട്ടമഹർഷി, ആഗമതത്വജ്ഞന്മാരായ വ്യാസാദികൾ നിന്തിരുവടിയെ തന്നെ ബ്രഹ്മദേവന്റെ പത്നിയായ സരസ്വതീ ദേവിയെന്നും, വിഷ്ണു പത്നിയായ ലക്ഷ്മി ദേവിയെന്നും, രുദ്രപത്നിയായ പാർവതീ ദേവിയെന്നും പറയുന്നു. നിന്തിരുവടിയാകട്ടെ അറിയുവാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള അപാര മാഹാത്മ്യത്വത്തോടു കൂടിയവളും അനിർവചനീയവും ത്രിമൂർത്തി ശക്തികളുടെ മൂലകാരണഭൂതയും. ത്രിമൂർത്തി ശക്തികളാരാ? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. നമ്മൾ മുമ്പേ ശ്ലോകത്തിലൊക്കെ കണ്ടതാണ്. അമ്മയുടെ പാദത്തിൽ ഇവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. കട്ടിലിൻ്റെ ആകൃതിയിൽ ഇവരൊക്കെ അമ്മയ്ക്ക് മഞ്ചം ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ മുമ്പത്തെ ശ്ലോകങ്ങളിലൊക്കെ പഠിച്ചു. അതുപോലെ ത്രിമൂർത്തി ശക്തികളുടെ മൂലകാരണഭൂതയും മഹാമായ സ്വരൂപിണിയുമായ തുരീയ ശക്തിയാകുന്നു അങ്ങ്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന നിന്തിരുവടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചുറ്റിത്തിരിക്കുന്നു. അത് ആ മായാശക്തിയായ ഭഗവതി തന്നെയാണ്, ആദിപരാശക്തി തന്നെയാണ് ഈ എല്ലാ ദേവിമാരും എന്ന് ചേർത്ത് പറയുകയാണ് ഇവിടെ. അപ്പോൾ ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി.
ഭഗവതിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവ്യേ നമഃ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.